പ്രിയ ഗുരുജനങ്ങളെ, നല്ല നമസ്കാരം. ഞാൻ ഇപ്പോൾ ഉള്ളത് കണ്ണൂർ ജില്ലയിലുള്ള തലശ്ശേരി എന്ന ദേശത്ത് സ്ഥിതി ചെയ്യുന്ന തൃക്കൈ മഹാദേവ ക്ഷേത്രത്തിൻ്റെ മുന്നിലാണ് ഞാൻ ഇപ്പോൾ ഉള്ളത്. ആ കാഴ്ച നമുക്ക് കണ്ടുവരാം. അതീവ പോസിറ്റീവ് എനർജിയുള്ള ഒരു മഹാക്ഷേത്രമാണ് തൃക്കൈ മഹാദേവ ക്ഷേത്രം. ധാരാളം ജനങ്ങൾ എന്നോട് വിളിച്ചു പറഞ്ഞിട്ടാണ് ഞാൻ ആ ക്ഷേത്രത്തിലേക്ക് പോകുവാൻ പോകുന്നത്. തലശ്ശേരി ബസ് സ്റ്റാൻഡിന് സമീപമാണ് നാരങ്ങപ്പുറം എന്ന ആ ദേശത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അതീവ പുരാതന കാലം മുതലേയുള്ള ഒരു മഹാക്ഷേത്രമാണ് തൃക്കൈ മഹാദേവ ക്ഷേത്രം. ആ ക്ഷേത്രത്തിലേക്ക് ഞാൻ ഇപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴികൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. എനിക്ക് സഹായത്തിനായി ആ ക്ഷേത്രത്തിൻ്റെ ഭാരവാഹികളിൽ ഒരാൾ എന്നെ ക്ഷണിച്ചതിന് കാരണമാണ് ഞാൻ ആ ക്ഷേത്രത്തിലേക്ക് പോകുവാൻ തീരുമാനിച്ചത്. ഇപ്പോൾ ഞാൻ ആ ക്ഷേത്രത്തിലേക്കാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ആ കാഴ്ച നമുക്ക് കണ്ടുവരാം. ഇപ്പോൾ ഞാൻ പോകുന്നത് ക്ഷേത്രത്തിൻ്റെ വടക്ക് വശമുള്ള ചെറിയ ഒരു ഇടുങ്ങിയ വഴികളിലെ കൂടിയാണ്. ഈ ക്ഷേത്രത്തിന് മറ്റൊരു വഴിയും കൂടി ക്ഷേത്രത്തിൻ്റെ മുന്നിൽ തന്നെയുണ്ട്. അതും ഇതുപോലെ തന്നെയാണ് പോകേണ്ടത്. അത് ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറ് വശമാണ് ആ വഴി സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് ആ കാഴ്ചയും കാണാം. ഇതിൻ്റെ ഭാരവാഹികളിൽ ഒരാളും. നമസ്തേ. എന്താ പേര്? മനോജ്. എവിടെയില്ല? മുഴക്കുന്ന് അല്ലേ? എത്ര വർഷമായി ഇവിടെ? 10ാമത്തെ വർഷം അല്ലേ? പിന്നെ കീഴ്ശാന്തിയാ അല്ലെ മേൽശാന്തി അല്ലേ? ഇവിടെ വേറെ ഒരാളും കൂടി അല്ലേ? എത്ര മണിക്ക് ഇവിടെ നട തുറക്കാറ്? എന്നാ പറയേണ്ടത്, ഒരു സമൂഹത്തിൻ്റെ കീഴിൽ വളരെ ജീർണോദ്ധാരണത്തിലുണ്ടായിരുന്ന ക്ഷേത്രത്തെ ക്ഷേത്ര സംരക്ഷണ സമിതി ഏറ്റെടുത്തതിന് ശേഷം പല നവീകരണ പ്രവർത്തനങ്ങളിലൂടെയാണ് ഇന്നത്തെ ഈ അവസ്ഥയിൽ ക്ഷേത്രത്തെ പുനരുദ്ധരിച്ചുകൊണ്ടത്. ഇത് ആദ്യം ഒരു കുടുംബ ക്ഷേത്രമായിരുന്നു. പിന്നീട് അത് കൈമാറിയിട്ട് നിങ്ങൾക്ക് കൈമാറി നിങ്ങളത് കൃത്യമായി പരിപാലിച്ചു. നിങ്ങളെ പ്രവർത്തനങ്ങൾ കാണാനുണ്ട്. അത് നല്ല പ്രവർത്തനമാണ്. അല്ലാണ്ടൊന്നും ഇങ്ങനെയൊന്നും ആവില്ലല്ലോ. കാരണം ഒരു കാലത്ത് ജീർണിച്ച് കാട് പിടിച്ച സ്ഥലം നിങ്ങൾ ഈ ലെവലിൽ എടുത്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളെ കഠിന പ്രയത്നമാണ്. അതെ. ഇവിടുത്തെ ദേശവാസികളുടെയും ഇതിൻ്റെ സ്വയം സേവാ സംഘത്തിൻ്റെ ആൾക്കാർ പ്രവർത്തനം വിശ്വാസികളുടെയും എല്ലാം ഇതുകൊണ്ടാണ്.
അപ്പം ഇനിയും ക്ഷേത്രത്തിൻ്റെ പിന്നെ നിലത്ത് കല്ലിൻ്റെ പണിയുണ്ട്, പിന്നെ നവഗ്രഹങ്ങളെ പ്രതിഷ്ഠയുണ്ട് വരാൻ, കൊടിമരം വരാനുണ്ട്. ഇങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. അഷ്ടദിക്ക് പാലകന്മാരെ പ്രതിഷ്ഠ ഇത് വരാനുണ്ട്. ശ്രദ്ധിച്ചുകൊണ്ട് കുറച്ചു കാലമായി പ്രവർത്തിക്കുന്നു. കൊടിമരത്തിൻ്റെ കുറച്ച് മാസമായി കൊടിമരത്തിൻ്റെ ഇതിന് വേണ്ടിയിട്ടുള്ള യാത്രയാണ്. മരത്തിന് വേണ്ടിയിട്ട് തേക്കാന്ന് ഉപയോഗിക്കുക. അതെ അതെ. അത് വയനാട് ഭാഗത്ത് പോയി കഴിഞ്ഞാൽ വയനാട് ഫോറസ്റ്റിൽ എന്ന് വെച്ചാൽ ലേലം വിളിക്കുന്ന സംഭവം ഉണ്ടാവും. ഫോറസ്റ്റിൽ കൂപ്പിൽ ലേലം വിളിച്ചു കൊടുക്കുന്ന മരങ്ങളുണ്ടാവും. അങ്ങനെ ചില മരങ്ങൾ അങ്ങനെ എത്തിപ്പെട്ടിട്ടുണ്ട്. അവിടെയെല്ലാം പോയി അല്ലേ? ഇവിടെ ഒരു നിമിത്തം കാരണം കിട്ടിയില്ല. അത് വരും. 2-3 കൊല്ലമായി ഈ മരത്തിന് വേണ്ടിയിട്ട് തന്നെ വളരെ സൂക്ഷ്മാന്തിയോടുകൂടി പ്രവർത്തിക്കുന്നത്. അത് അങ്ങനത്തെ ഉത്തമമായ ഒരു മരം തന്നെ എത്തിപ്പെടണല്ലോ. എന്നാലും മാത്രമേ അതെ അതെത്തും. അതിനുള്ള ഒരു മുന്നോടിയായി ഇതെല്ലാം ഓറ് തന്നെ അതിനുള്ള രൂപകൽപ്പന ചെയ്യാൻ പറ്റില്ല. പിന്നെ അതുപോലെ ഈ നമ്മളെ ഈ കുളം അത് വൃത്തിയാക്കിയിട്ട് ചുറ്റും കെട്ടണം അല്ലേ? സ്ഥലം കൂടി അപ്പുറത്തെ വീട്ടുകാരോട് ചോദിച്ചാൽ അവര് തന്ന് അതെ അളവ് പ്രകാരം അത് ചെയ്യാൻ പറ്റും അല്ലേ? പിന്നെ നിങ്ങൾ എത്ര പേരുണ്ട് കമ്മിറ്റിയിൽ? 21 പേര് അടങ്ങുന്ന ക്ഷേത്ര സംരക്ഷണം. എത്ര വർഷമായി നിങ്ങളിത് ഏറ്റെടുത്തിട്ട്? ക്ഷേത്ര സംരക്ഷണം 1984 അല്ലേ? അപ്പോൾ അവരാണ് ആ സമയം മുതലേ ഏറ്റെടുത്തത്. ഇവിടെ അന്നദാനം ഉണ്ടോ? അന്നദാനം ശിവരാത്രി തിരുവാതിര നാളിൽ മാത്രം. നല്ല ഇഷ്ടാനമായിട്ടുള്ള സദ്യ തന്നെയായിരിക്കും. പിന്നെ നമ്മളെ വ്യത്യസ്തമായ ഉത്സവങ്ങൾ. ഇവിടുത്തെ ഉത്സവം എപ്പോൾ വരുന്നത്? ശിവരാത്രി നാളിലാണ് ഉത്സവം വരുന്നത് അല്ലേ? അതേമാതിരി ധനുമാസ തിരുവാതിര. പ്രതിഷ്ഠാ ദിനപ്പായിട്ടാണ് നിങ്ങൾ? കുംഭവന്നിന് അല്ലേ? പിന്നെ ആന അങ്ങനെ അതൊന്നുമില്ല. തിടമ്പ് നിർത്തുണ്ടോ? തിടമ്പ് നിർത്തും ഉണ്ട് അല്ലേ? ഇവിടുത്തെ തന്ത്രി ആരാ? തരണനല്ലൂർ. അതെവിടെയോ അദ്ദേഹത്തിൻ്റെ സ്ഥലം വരിക? പയ്യന്നൂരാണ്. ഒരുപാട് തന്ത്രിമാരൊക്കെ പയ്യന്നൂർ ഭാഗത്താണ്. അതെ അതെ. പിന്നെ ഇവിടുത്തെ ശാന്തി മേൽശാന്തിയൊക്കെ കീഴ്ശാന്തി മേൽശാന്തിയല്ലോ? മേൽശാന്തി അങ്ങനെ മുടക്കോഴി തൃശ്ശൂരാ ശരിക്കും. എന്താ അദ്ദേഹത്തിൻ്റെ പേരെന്താ? ബ്രഹ്മശ്രീ തരണനല്ലൂർ ഉണ്ണി നമ്പൂതിരിപ്പാട്. ഇവിടെയുണ്ട് അദ്ദേഹം. ഒരു ദിവസം വന്നിട്ടാണ്. ബാക്കി കീഴ്ശാന്തിയാണോ വിളക്കെല്ലാം കത്തിച്ചാലും ചെയ്യുന്നത്? അല്ലല്ല, മേൽശാന്തി കീഴ്ശാന്തി 2 ശാന്തിമാർ ഇവിടെയുണ്ട്. അതെ. ഒരു മാരാറുണ്ട്, വാരരുണ്ട്. പിന്നെ അതുമാതിരി അടിച്ചുകളി വാച്ച്മാൻമാർ, പിന്നെ ക്ലർക്ക്, സെക്രട്ടറി. ഇങ്ങനെയുള്ള ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പൂജ എന്താ? ജലധാരയാണോ അല്ലെങ്കിൽ നവധാരയാണോ ദശധാരയാണോ? അങ്ങനെ ധാരകൾ ഇഷ്ടം പോലെ ജലധാര, നെയ്വിളക്ക്. അതെ. ഇവിടെ ഏറ്റവും കൂടുതൽ പെൺകുട്ടികളെ കല്യാണമാണെന്ന് നടക്കുന്നത് കേട്ടിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ സന്താനാവർക്ക് സന്താനാവുന്നുണ്ടെന്നെല്ലാം പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് പിന്നെ അതിനെന്താ വഴിപാട് ചെയ്യുന്നത് ഇവിടെ അറിയോ? അതൊക്കെ ചെയ്യല്ലേ? നിങ്ങൾ ഇവിടെ പിന്നെ ഓഫീസ് കൗണ്ടറിൽ ഇരിക്കുന്നല്ലേ അല്ലേ? എന്താണ് ഏറ്റവും കൂടുതൽ ചെയ്യാറ്? വഴിപാടുന്ന ജലധാരയാണ് അല്ലേ? പിന്നെ കൂവളത്തിൻ്റെ മാല സമർപ്പിക്കലുണ്ടോ? ഉണ്ടല്ലേ? പിന്നെ അന്നദാനം ആരെങ്കിലും സ്പോൺസർ ചെയ്യലുണ്ടോ ഇവിടെ? ചില ആൾക്കാരുണ്ട്. ക്ഷേത്രം ഭാഗം തന്നെയാണ് കൂടുതലും ചെയ്യാറ് അല്ലേ? പിന്നെ അതുപോലെ ബാലസദന അവർക്ക് കുട്ടികൾക്കെല്ലാം അനാഥ കുട്ടികൾക്കെല്ലാം നിങ്ങൾ എന്തെങ്കിലും ഇവിടെ ചെയ്ത് കൊടുക്കലുണ്ടോ? ഇവിടുത്തെ ക്ഷേത്രത്തിൽ കൊണ്ടുതരും. സീറ്റുണ്ട്. എന്നിട്ട് നിങ്ങൾ ഇവിടുന്ന് ഇപ്പോൾ ഒരു പെൺകുട്ടീൻ്റെ കല്യാണം കഴിഞ്ഞല്ലോ അല്ലേ? അത് നിങ്ങളെല്ലാവരും കൂടി ആവുന്നല്ലോ. പിന്നെ ഒരുപാട് ഭക്തന്മാരും എല്ലാം പിന്നെ അല്ലേ? പിന്നെ ഒരു നല്ല സമൂഹത്തിലെ നല്ല നിലയിൽ നിൽക്കുന്ന കുറേ നല്ല മനുഷ്യന്മാർ അവരെല്ലാം കൂടിയിട്ടാണ്. എത്ര കുട്ടികളെ കല്യാണം കഴിഞ്ഞു ഇപ്പോൾ അവിടെ? 70ഓളം കുട്ടികൾ കഴിഞ്ഞു അല്ലേ? നിങ്ങൾ കഴിപ്പിച്ചു കൊടുത്തു അല്ലേ? നിങ്ങളെ സംരക്ഷണത്തിലാണെന്ന് ചെയ്യുന്നത് എനിക്കറിയാം. അതെ സംഘടന. അതെ. പിന്നെ ഇനി എത്ര കുട്ടികളുണ്ട്? ഇനി 60ഓളം കുട്ടികളുണ്ട്. 60 കുട്ടികൾ. ഇവിടുന്ന് അവിടുത്തെ കുട്ടികൾക്ക് എങ്ങനെയാണെന്ന് ചെയ്യേണ്ടതെന്നും കൂടി പറഞ്ഞു കൊടുത്താൽ, ആരോരും ഇല്ലാതെ കുട്ടികൾക്ക് ആരോരും അല്ല നമ്മളുണ്ട്. അന്നദാനവും അവരെ വസ്ത്രം എല്ലാം ആരോരും അല്ല നമ്മളെല്ലാം ഉണ്ട് കുട്ടികളുടെ കൂടെ. ആരും ഒറ്റക്കാന്നല്ല. മുഴുവൻ ചെലവ് 5000 രൂപയാണ് ആ കുട്ടികളത് അല്ലേ? ഒരു നേരത്തെ സദ്യ ആയിട്ട് 3500 രൂപ. പിന്നെ അവരെ സാധാ വർഷം 2000 രൂപ. പിന്നെ അവരെ വസ്ത്രവും കാര്യങ്ങളും പഠിക്കേണ്ട എല്ലാ സൗകര്യങ്ങളും എങ്ങനെയാണ്? അത് അതിന്റെ കമ്മിറ്റി ചെയ്യുന്നുണ്ട്. സാമ്പത്തികമായിട്ടാണ്. അതെ. അതല്ല, നിങ്ങൾക്കും അതിലൊരു പങ്കുണ്ടല്ലോ. ഇവിടെ അന്നദാനം ഇത് വഴിപാടായിട്ട് വരുന്നത് കൂടുതലായിട്ടും നമ്മൾ ചെയ്യുന്നത് ഈ ബാലസദനത്തിലും ബാലികാ സദനത്തിലേക്കും വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് കണ്ണൂരിലേക്ക് കൊണ്ടുപോകും. കണ്ണൂർ ചാലാട്ടമ്പലത്തിന്റെ ബാക്കിലാണല്ലോ വരിക അല്ലേ? നമ്മളിവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ക്ഷേത്ര
മഠത്തിൻ്റെ ചുമതലയിൽ തന്നെയാണ് ഇവിടുത്തെ അന്നദാനങ്ങൾ കൂടുതൽ. എത്ര ആളാ ഭക്ഷണം കൊടുക്കൽ നിങ്ങൾ ഇവിടെ? ഇവിടെ ഒരു 1000-1100 വരെ പോകും മാക്സിമം അല്ലേ? തിരുവാതിര ആണ്. എല്ലാ തിരുവാതിരക്കുണ്ടോ? എല്ലാ മാസവും അല്ല. എത്ര മണിക്ക് തുടങ്ങും? 12:30 മണിക്ക് ഭക്ഷണം കൊടുക്കാൻ. എന്നിട്ട് എത്ര മണി വരെ? ഒരു 3 മണി വരെ. പിന്നെ ഒരു നേരം മാത്രമല്ലേ ഉള്ളൂ? ഒരു നേരം. രാവിലത്തെ ഉപ്മാവ്. രാവിലെ ഉപ്മാവുണ്ട് അല്ലേ? ഭക്ഷണം ഇപ്പോൾ ഒരു എല്ലാ ക്ഷേത്രത്തിലും ഭക്ഷണം ഉണ്ടല്ലോ. കൊറോണ ഉണ്ടെല്ലാം നിർത്തിവെച്ചുകൊണ്ട് ഇപ്പോൾ രണ്ടാമതെല്ലാം തുടങ്ങിയിട്ടുണ്ട്. പ്രതിഷ്ഠാദിനം, പിന്നെ ധനുമാസ തിരുവാതിര, ഇങ്ങനെയുള്ള സമയത്ത് ഒരു 2000-3000 പേരുടെ ഭക്ഷണം. ഇവിടുത്തെ കാലപ്പഴക്കം എങ്ങനെയാണ് പറയപ്പെടുന്നത് അറിയോ? പരശുരാമ പ്രതിഷ്ഠയാണെന്ന് പറയുന്നത്. പരശുരാമൻ. നിങ്ങൾ വരുന്ന സമയത്ത് ഇവിടെ എന്തായിരുന്നു ഉണ്ടായത്? ശിവലിംഗം തകർന്നു പോയ ശിവലിംഗമാണോ അല്ലെങ്കിൽ ഇവിടെ ബിൽഡിങ്ങിലൊക്കെ ജീർണോദ്ധാരം സംഭവിച്ചിട്ടായിരുന്നു ഉണ്ടായത് അല്ലേ? ഒന്നും ഉണ്ടായിട്ടില്ല. അതല്ല നിങ്ങൾ വന്ന് ചെയ്തല്ലേ അല്ലേ? അതെ. പിന്നെ ബാക്കിയുള്ള എല്ലാ സംഭവങ്ങളും നിങ്ങളാ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ? ഇനിയുള്ള നിങ്ങൾക്ക് ഇവിടെ ആവശ്യമുള്ള എന്താ പറ? നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ പണിയിറക്കണം എന്ന് പറയുന്നുണ്ടല്ലോ. ഒന്ന് കൊടിമരമുണ്ട്, പിന്നെ നിലത്തിന്റെ ഇവിടെ, പിന്നെ പ്രതിഷ്ഠ വഴി, പിന്നെ ഉപദേവതന്മാരെ പ്രതിഷ്ഠ എല്ലാം ഏകദേശം ആയി. ദേവന്മാരുണ്ട്. അതിനൊരു ചെറിയൊരു പണിയും കൂടെ ഉള്ളൂ. ഇപ്പോൾ എല്ലാ 2 ശ്രീകോവിലിനും അതിന്റെ വാതില്, പിന്നെ ഇതിന്റെ മെയിനായിട്ടുള്ള ഒരു വാതിലും കൂടി കൂട്ടുക. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നല്ല ഉത്തമമായ ഒരു ജാതിമാരം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഭഗവാന്റെ കാര്യം. അപ്പോൾ നിങ്ങൾ എങ്ങനെ ഉദ്ദേശിക്കുന്നത്? പിന്നെ ചെമ്പിലാണോ അല്ലെങ്കിൽ പിത്തളയിലാണോ അല്ലെങ്കിൽ പഞ്ചലോകത്തിലാണ് ചെയ്യുന്നത്? ആളെ മൂശാരിയൊക്കെ നിങ്ങൾ കണ്ടെത്തിയോ? അതെല്ലാം കണ്ടെത്തി. എവിടെയാണ്? അതിന്റെ ആശാരി പയ്യന്നൂരുള്ള ആളാണ് ബാലൻ. അദ്ദേഹത്തെയാണ് പണി ഏൽപ്പിച്ചിട്ടുള്ളത്. അദ്ദേഹമാണ് മരത്തിൻ്റെ ഇതെല്ലാം നോക്കുന്നത്. നമ്മളെല്ലാവരും പോയിട്ട് കുറച്ച് മാസങ്ങളായി ഇതിന്റെ പിന്നാലെ തന്നെ ഉണ്ട്. ഭഗവാന്റെ എന്തോ ഒരു ഇത് ഇല്ല, നല്ലൊരു മരം ഇതുവരെ കണ്ടെത്തിയില്ല. അത് എത്താൻ വേണ്ടിയിട്ടാണല്ലോ ദൈവം നമ്മളെ ഒരാളെ ഈ വഴിയിലെ കൂടി ഇങ്ങനെയല്ല എത്തിക്കുന്നുണ്ടാവുക. ഇതിലെ കൂടി ആരെങ്കിലും കേട്ടറിഞ്ഞിട്ട് വന്നിട്ട് ആരുടെ ഉണ്ടെങ്കിൽ ചിലപ്പം ഭഗവാന് എത്തിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അല്ലേ? അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പം അതെല്ലാം ഭംഗിയായിട്ട് നടക്കട്ടെ. പിന്നെ ഈ ക്ഷേത്രത്തെ പറ്റി പറയുകയാണെങ്കിൽ ഇത് പരശുരാമനാൽ പ്രതിഷ്ഠിക്കപ്പെട്ട ക്ഷേത്രമാണെന്നാണ് വിശ്വാസം. അതിൽ ഐതിഹ്യപ്രകാരം എന്ന് പറഞ്ഞാൽ 108 ശിവാലയങ്ങളും 108 ദുർഗാലയങ്ങളും 108 ശാസ്ത്രാലയങ്ങളും സ്ഥാപിച്ചു. അതിലൊരു ക്ഷേത്രമാണ് തലശ്ശേരി തൃക്കൈ ഭാഗത്തുള്ള ഈ തൃക്കൈ ശിവക്ഷേത്രം. ഇവിടെ പ്രധാന മൂർത്തി എന്ന് പറഞ്ഞാൽ പരമശിവന്റെ ശരഭേശ്വര മൂർത്തിയായിട്ടുള്ള ഒരു രൂപമാണ് ഇവിടെ. ശരഭേശ്വര മൂർത്തിയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. പിന്നെ ശരഭേശ്വര മൂർത്തിയുടെ ഐതിഹ്യം നമ്മൾ വിഷ്ണുവിന്റെ നരസിംഹാവതാരത്തെ കോപം ശമിപ്പിക്കാൻ വേണ്ടിയിട്ട് ശിവൻ ശരഭേശ്വര മൂർത്തിയുടെ രൂപം പ്രാപിച്ചിട്ട് നരസിംഹവുമായി ഏറ്റുമുട്ടി. അത് മനസ്സിലാക്കിയ വിഷ്ണു പിന്മാറി ശരഭേശ്വര മൂർത്തി ശിവനോട് യാചിക്കുകയാണ്. ഇങ്ങനെയുള്ള അസുര ഇതുണ്ടാകുന്ന സമയത്ത് ജനങ്ങളെ കാത്തുകൊള്ളാൻ വേണ്ടിയിട്ട് നിലകൊള്ളണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ആ ശരഭേശ്വര മൂർത്തിയായിട്ട് ചില നാമമാത്രമായ ക്ഷേത്രങ്ങളേ ഉള്ളൂ ശരഭേശ്വര. അതിലൊന്നാണ് വളരെ പ്രസിദ്ധി ആർജിച്ച തൃക്കൈ ക്ഷേത്രം. ഇത്രയും കഥകൾ അറിഞ്ഞിട്ടും പറയുന്നത് അറിയില്ല, അണക്കൊന്നും അറിയില്ല. നമസ്തേ. എന്താ പേര്? ഒരുപാട് പേര് അല്ലേ? കുറേ വർഷമായി ഇവിടെ? 14 കൊല്ലം അല്ലേ? എല്ലാവരും കണ്ടാനും നല്ല സന്തോഷമായി. ഇനിയിപ്പം ബാക്കിയുള്ള കാര്യങ്ങൾ നടക്കട്ടെ. ഇവിടുത്തെ പിന്നെ ഇതിൻ്റെ നല്ല നമസ്കാരം.